നിന്നെ കാണുന്നുണ്ടായില്ലേ? എവിടെ? ഹലോ ഗേയ്സ് അങ്ങനെ പറ. ഇങ്ങനെ പിടിക്കണം. ഉണ്ടോ മനുഷ്യനെ എന്നാണ് കാണുന്നേ? മനുഷ്യനെ കാണുന്നതല്ലേ? ഇങ്ങനെ പിടിക്കും. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. മോനസിന്റെ ആഗ്രഹമല്ലേ, അപ്പൊ അവന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്തതാണ്. അവൻ വലുതാകുമ്പോൾ അവന് കാണാമല്ലോ. അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒത്തിരി നാളൊന്നും ഉണ്ടായിക്കണം എന്നില്ല ഈ വീഡിയോസ് ഒക്കെ. അപ്പൊ അവന് വലുതാകുമ്പോൾ കാണാമല്ലോ എന്ന് ഓർത്താൽ അങ്ങനെ തന്നെ അങ്ങ് വെച്ചതാണ്. ഞാൻ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്നേ, എൻ്റെ ആൻറ്റിയുടെ. മമ്മി ഇച്ചിരി കോവയ്ക്ക പറിക്കുന്നുണ്ട്, കാണിച്ചു തരാവേ. ആൻറ്റിയുടെ ഇച്ചിരി ഉള്ളു, ആൻറ്റി കഴിക്കുകയല്ല, ആൻറ്റിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറിക്കാണ്. കോവയ്ക്കയില്ലേ, കുറച്ച് കോവയ്ക്കുള്ളേ, എന്നാലും നമുക്ക് പറിക്കാം. സ്ഥലം ആനക്കാംപോയിലാട്ടോ, കോഴിക്കോട് ജില്ലയിൽ ആനക്കാംപോയിൽ. ഇതെന്റെ മമ്മിയാണേ. മമ്മിയും കൊച്ചുമോനും കൂടെ കോവയ്ക്ക. മോനിസേ, കോവയ്ക്ക മാത്രം പറിച്ചാൽ മതിയേ, ചെടി പറിച്ചു കളയല്ലേ. ഒന്നും വേണ്ട, അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് മുള്ളുകൊള്ളു കേട്ടവനെ. അത് എന്നാന്ന് വെച്ചാല് നാരകമാണേ, നാരകത്തെ കയറി കിടക്കണം. ഇതേ പന്തലിട്ട് കൊടുത്താല് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. ആന്റിക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ ഇപ്പൊ ആന്റി അത് വെക്കുകയല്ല. ആര്? മമ്മിയാ? അല്ല, ഇപ്പം നമ്മൾ മമ്മിയുടെ അനിയത്തിയുടെ മകൻ്റെ വീട്ടിൽ വന്നതാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധിനെ കണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിരുന്നു എന്നറിയാലോ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിൻ്റെ ചിത്രം ഇവിടെ എന്താണെന്ന് വെച്ചാൽ തിരുവമ്പാടി മണ്ഡലം, വയനാട് മണ്ഡലത്തിലാണ് വരുന്നത്. അതായത് വയനാട്ടിൻ്റെ ഇതിലാണ് വരിക, തിരുവമ്പാടി മണ്ഡലം. അപ്പം ഞങ്ങളൊക്കെ കോടഞ്ചേരി ഞങ്ങളൊക്കെ ഉൾപ്പെടുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിൻ്റെ ചിത്രം അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു കയറ്റമാണ്, നല്ലൊരു മലയാണ് മുകളിലേക്ക്. അപ്പം നമ്മൾ ആന്റിയുടെ മകൻ്റെ വീട്ടിലേക്ക് വന്നു. 2.5 കൊല്ലത്തിനടുത്തായി ബഡ് തൈയാണ്. അപ്പോൾ ഇവിടുത്തെ അനിയത്തി, എൻ്റെ അനിയത്തിയായിട്ട് വരുവേ, അനിയൻ്റെ ഭാര്യ അനിയത്തി. അപ്പം അനിയത്തി പറഞ്ഞതാണ്, യൂട്യൂബിൽ കണ്ടിട്ട് 1 കിലോ പഞ്ചസാര ചുവട്ടിൽ ഇട്ടുന്നു, വെട്ടിക്കളയാൻ നിന്ന പ്ലാവാണ്. അങ്ങനെ ഇട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ചക്കയുണ്ടായി, പ്ലാവിൽ ചക്കയുണ്ടായി, കണ്ടോ? അപ്പോൾ ഇങ്ങനെ വെട്ടാനായിട്ട് പ്ലാവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. 1 കിലോ പഞ്ചസാര. ഈ പൂവ് കണ്ടിട്ടുണ്ടോ? ഈ പൂവ് നല്ല പൂവ്, എനിക്കിഷ്ടമാണ്. അപ്പം വെറുതെ ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി 1 കിലോ പഞ്ചസാര അങ്ങ് വെതറിയിട്ടോ. അപ്പോൾ അതാ അതിൽ കാ വന്നു, ഉണ്ടോ? ലാഭുണ്ടേ, ലാഭ് ബെല്ല. ഓയ് വേണ്ട വേണ്ട വേണ്ട. ഇതെന്നാ മോനിസ് 2 കയ്യിലും? മോനിസേ, മോനിസ് ഹായ്. ഇതെന്നതാ കയ്യില്? മെട്രോയൊക്കെ ആണല്ലോ. ഇതാരുടെയാ? ജോഷിക്കുട്ടൻ്റെയാ? ജോഷിക്കുട്ടൻ്റെയാ? ഇതാ ജോഷിക്കുട്ടൻ നോക്കുന്നു, അവിടെ നിന്ന് ജോഷിക്കുട്ടൻ നോക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അത് കഴിഞ്ഞ് ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവിടുന്ന് ഇത് കിട്ടി, 2 പേരും കൂടെ അതിൽ പണിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗ്. പിന്നെ അത് കുമോനസ് എടുത്തത് കൊണ്ട് ഞാൻ അവനത് വലുതാകുമ്പോൾ കാണാമല്ലോ എന്ന് ഓർത്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും സഹകരിക്കാനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി. ടാറ്റാ, ബൈ ബൈ.